ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 51:6 തിരുവചനം നമുക്ക് ഇരുന്ന് ശ്രദ്ധയോടെ ശ്രവിക്കാം. നിങ്ങൾ മുകളിൽ ആകാശത്തേക്കും താഴെ ഭൂമിയിലേക്കും നോക്കുവിൻ. ആകാശം പുക പോലെ അപ്രത്യക്ഷമാകും, ഭൂമി വസ്ത്രം പോലെ പഴകും, അതിലെ നിവാസികൾ കൊതുക് പോലെ ചത്തുപോകും. എന്നാൽ ഞാൻ നൽകുന്ന രക്ഷ നിത്യമാണ്, മോചനം അനന്തവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരം ഉയർത്തിയിട്ട് പറഞ്ഞേ, അതിനാൽ ഞാൻ നൽകുന്ന രക്ഷ നിത്യമാണ്, അതിനാൽ ഞാൻ നൽകുന്ന രക്ഷ നിത്യമാണ്, മോചനം അനന്തവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് തരുന്ന രക്ഷയെ എൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങാൻ എന്നെ ഇന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കട്ടെ. അവിടുത്തെ മോചനം അനന്തമാണ്. അവിടുന്ന് കരം നീട്ടിയാൽ നമുക്കെന്തുണ്ട്? വാക്ക് വരുന്നില്ലല്ലോ. എന്തുണ്ട്? ആ രക്ഷയുണ്ട്, അതോടൊപ്പം എന്തുണ്ട്? ആ മോചനമുണ്ട്. ആ രക്ഷയും മോചനവും ആര് വഴി നമ്മളിൽ നിന്ന് അവിടുന്ന് പൂർത്തീകരിച്ച് തന്നു കഴിഞ്ഞു? യേശു ക്രിസ്തു വഴി. യെശയ്യാ പ്രവാചകനിലൂടെ വർഷങ്ങൾക്ക് മുമ്പേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രവാചകനിലൂടെ അരുളി ചെയ്ത വചനം യേശു ക്രിസ്തുവിലൂടെ ഈ രക്ഷയുടെ, ഈ വിമോചനത്തിൻ്റെ വലിയ സദ്വാർത്ത നമ്മളിൽ നിന്ന് പൂർത്തീകരിച്ചു കഴിഞ്ഞു. എങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണോ? മോചനം പ്രാപിച്ചവരാണോ? അതെ. ഉറപ്പുണ്ടോ? എൻ്റെ പൊന്നു സിസ്റ്റർ, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം എന്ന് കരുതിയിട്ടാണ് വന്നേ. അപ്പം പിന്നെ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വരണോ? എന്ത് ചെയ്യണം? നമ്മൾ ക്രിസ്തുവിലൂടെ നമുക്ക് നേടിത്തന്നിരിക്കുന്ന ഈ രക്ഷയെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം. അതിന് വചനത്തിൻ്റെ തുറവി ആവശ്യമുണ്ട്. തുടർന്ന് വചനം ശ്രദ്ധിക്കാം. ന്യായമറിയുന്നവരും എൻ്റെ നിയമം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരുമായ ജനമേ, എൻ്റെ വാക്ക് കേൾക്കുവിൻ. മനുഷ്യരുടെ നിന്ദനത്തെ ഭയപ്പെടുകയോ ശകാരങ്ങളിൽ സംഭ്രമിക്കുകയോ വേണ്ട. എന്താ പറഞ്ഞേ വചനം? മനുഷ്യരുടെ നിന്ദനത്തെ ഭയപ്പെടുകയോ ശകാരങ്ങളിൽ സംഭ്രമിക്കുകയോ വേണ്ട. വസ്ത്രം പോലെ ഇരട്ട വാലനും കമ്പിളി പോലെ പുഴുവും അതിനെ തിന്നൊടുക്കും. മനുഷ്യൻ്റെ വാക്കുകൾക്ക് അത്രയേ ഉള്ളൂ അവസ്ഥ. എന്നാൽ ഞാൻ നൽകുന്ന മോചനം, ബാക്കി പറഞ്ഞേ, ഞാൻ നൽകുന്ന മോചനം നിത്യമാണ്. രക്ഷ തലമുറകളോളം നിലനിൽക്കും. ഹല്ലേലൂയ. വലതുകരമുയർത്തി ഹല്ലേലൂയ. വചനം പറയുന്നു, എന്നാൽ ഞാൻ നൽകുന്ന മോചനം നിത്യമാണ്, രക്ഷ തലമുറകളോളം നിലനിൽക്കും. എന്നിൽ മാത്രം ഒതുങ്ങുന്ന, എനിക്ക് മാത്രം ലഭിക്കുന്ന ഒരു രക്ഷയെ സ്വന്തമാക്കാനല്ല ഞാൻ ഇപ്പോഴിവിടെ സന്നിഹിതനായിരിക്കുന്നത്. പിന്നെയോ എനിക്കും എൻ്റെ തലമുറകൾക്കും അനുഗ്രഹമാകുന്ന ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ ഹൃദയത്തിലേക്ക്, ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ നമ്മുടെ ജോലിയും പണിയും ഒക്കെ മാറ്റിവെച്ച് തിരക്കിനിടയിൽ ഇവിടെ വന്നിരിക്കുന്നത്. വാക്യം മുഴുവനും ദൈവത്തിൻ്റെ വചനം. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനം എന്നേക്കും നിലനിൽക്കും. അതിൻ്റെ വള്ളിക്കോ പുള്ളിക്കോ പോലും മാറ്റം വരികയില്ല. അതുകൊണ്ടാണ് ന്യായം അറിയുന്നവരും എൻ്റെ നിയമം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരുമായ ജനമേ, എൻ്റെ വചനം, എൻ്റെ നിയമം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരുമായ ജനമേ, നിങ്ങൾക്കായി ഞാൻ ഒരുക്കുന്ന മോചനം നിത്യമാണ്. രക്ഷ തലമുറകളോളം നിലനിൽക്കുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ,
വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഇന്നലെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഒരു വചനം നൽകി. ആ വചനം കേട്ടപ്പോഴെനിക്ക് ഏറെ സന്തോഷം തോന്നി. അപ്പോൾ വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 7-8 വചനങ്ങളിൽ കർത്താവ് പറയുന്നു, പരിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്തവണ്ണം തുറക്കുന്നവനും മറ്റാർക്കും തുറക്കാൻ കഴിയാത്ത വിധം അടയ്ക്കുന്നവനുമായവൻ പറയുന്നു. ആരാ ഈ വചനം പറയുന്നേ? ആരാ പറയുന്നേ? പരിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്തവണ്ണം തുറക്കുന്നവനും മറ്റാർക്കും തുറക്കാൻ കഴിയാത്ത വിധം അടയ്ക്കുന്നവനുമായവൻ പറയുന്നു. ആരാ നമുക്കായി വാതിൽ തുറന്നു തന്നവൻ? ആരാണ് വാതിൽ തുറന്നു തന്നവൻ? ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ഞാനാണ് വാതിൽ അല്ലേ? യേശു ഉച്ചത്തിൽ പ്രഘോഷിച്ചു. നമുക്കറിയാം, മനുഷ്യവർഗത്തിൻ്റെ വംശത്തിൻ്റെ ആദ്യ മാതാപിതാക്കളുടെ പാപം മൂലം അടയപ്പെട്ട പറുദീസായുടെ വാതിൽ തുറക്കാൻ കാലങ്ങളായി, നൂറ്റാണ്ടുകളായി നമ്മുടെ പിതാക്കന്മാർ പ്രാർത്ഥിച്ച് കാത്തിരിക്കുകയായിരുന്നു. അത് യേശുക്രിസ്തുവിലൂടെയാണ് പൂർത്തീകരിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് വചനം പറയുന്നേ, പരിശുദ്ധനും സത്യവാനും, കണ്ടോ, ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവനും ദാവീദിന്റെ വംശത്തിൽ നിന്ന് ജനിച്ചവനുമായ, തുറന്നാൽ മറ്റാർക്കും അടയ്ക്കാൻ പറ്റാത്തവൻ. സ്വർഗത്തിൻ്റെ കവാടം ആര് തുറന്നു? യേശുക്രിസ്തുവിലൂടെ നിത്യമായ രക്ഷ, നിത്യമായ മോചനം അവിടുന്ന് എനിക്കും നിങ്ങൾക്കുമായി തുറന്ന് തന്നു. അതുകൊണ്ട് പറയുന്നു, നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. ഇതാ നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. മറ്റാർക്കും പൂട്ടാൻ കഴിയാത്ത വിധം ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു, തുറന്നിട്ടിരിക്കുന്നു. നിന്റെ ശക്തി പരിമിതമാണ്, എങ്കിലും നീ എൻ്റെ വചനം കാത്തു. നിന്റെ ശക്തി പരിമിതമാണ്, എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചതുമില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ കൊച്ചു സമൂഹത്തിൽ ഈശോയ്ക്ക് നമ്മെ നോക്കി പറയാനുള്ള സുന്ദരമായൊരു വചനമാണ് ഇത്. നിങ്ങളുടെ ശക്തി, നമ്മുടെ ശക്തി പരിമിതമാണെങ്കിലും നിങ്ങൾ എന്തു ചെയ്തു? നിങ്ങൾ എൻ്റെ വചനം കാത്തു, വചനത്തിൽ നിങ്ങൾ വിശ്വാസം ഉറപ്പിച്ചു, വചനത്തിൽ നിങ്ങൾ ആശ്രയം വെച്ചു. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ ഈ ആലയത്തിൽ ആശ്രയം തേടിയെത്തിയത്. ഇവിടെ സ്വർണമോ വെള്ളിയോ ഭക്ഷണക്കിറ്റോ എന്തെങ്കിലും വിതരണം ചെയ്യുന്നുണ്ടോ? ഇവിടെ എന്താ വിതരണം ചെയ്യുന്നേ? എന്നെന്നും നിലനിൽക്കുന്ന ആകാശവും ഭൂമിയും കടന്നു പോയാലും മാറ്റമില്ലാത്ത ശാശ്വതമായ നിത്യമായ ജീവനെ നമുക്കായി നൽകുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധനും ശക്തനുമായവൻ തുറന്നു തന്ന ദൈവത്തിൻ്റെ രക്ഷയെ, ദൈവത്തിൻ്റെ ജീവനെ, ദൈവത്തിൻ്റെ വചനത്തെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ ആഗ്രഹത്തോടും ദാഹത്തോടും കൂടി എത്തിയ മക്കളെ ഓർത്ത് ദൈവം അത്യധികം സന്തോഷിക്കുന്നുണ്ട്. മക്കളെ, നമ്മുടെ കഴിവുകൾ പരിമിതമാണ്, നമ്മുടെ കഴിവുകൾ പരിമിതമാണ്, നമ്മുടെ ശക്തി പരിമിതമാണ്. എങ്കിലും നിങ്ങൾ എന്നിൽ ആശ്രയിക്കുന്നതിനാൽ ഞാൻ നിങ്ങൾക്ക് ഇതാ വാതിൽ തുറന്നു തന്നിരിക്കുന്നു. അതാർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇതാ നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ വചനത്തിൻ്റെ ശക്തിയാൽ കണ്ണുകളടച്ച് വലതുകരം ഉയർത്തി അടയപ്പെട്ടിട്ടുള്ള വാതിലുകൾ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ മക്കളുടെ ജോലിയിൽ അടയപ്പെട്ട് കിടക്കുന്ന വാതിൽ, സാമ്പത്തിക മേഖലകളിൽ അടയപ്പെട്ട് കിടക്കുന്ന വാതിൽ, ജീവിതത്തിൻ്റെ ആരോഗ്യ മേഖലകളിൽ അടയപ്പെട്ടിരിക്കുന്ന വാതിൽ, ഇപ്പോൾ ക്രിസ്തുവിൻ്റെ
നാമത്തിൽ ഒന്ന് തുറന്നു കിട്ടാൻ ആഗ്രഹിച്ച് കരമുയർത്തി സ്വരമുയർത്തി സ്തുതിച്ചേ മക്കളെ. ഇപ്പോൾ അഭിഷേകം ഈ സമൂഹത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ഏറെ മക്കളുടെ ജീവിതങ്ങളിൽ കർത്താവിൻ്റെ തുറവി ഇപ്പോൾ എന്നിലേക്ക് പ്രവഹിക്കുന്നുണ്ട്. തുറക്കട്ടെ, ഹൃദയത്തിൻ്റെ കവാടം യേശുക്രിസ്തുവിലൂടെ ഇപ്പോൾ തുറക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിലേക്ക് ഇപ്പോൾ പ്രവഹിക്കാൻ തക്കവിധം വാതിൽ തുറക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചുമില്ല. ഇതാ യഹൂദരാണെന്ന് പറയുകയും എന്നാൽ അങ്ങനെയല്ലാതെ നുണയന്മാരായി നടക്കുകയും ചെയ്യുന്ന സാത്താൻ്റെ സിനഗോഗിൽ നിന്നുള്ള ചിലർ. ഇതാ യഹൂദരാണെന്ന് പറയുകയും, ഇപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ ആരാണെന്ന് പറയണം? ക്രിസ്ത്യാനികളാണെന്ന്, ക്രിസ്തുവിൻ്റെ അനുയായികളാണെന്ന് പറയുകയും എന്നാൽ അങ്ങനെയല്ലാതെ നുണയന്മാരായി നടക്കുകയും ചെയ്യുന്ന സാത്താൻ്റെ സിനഗോഗിലുള്ള ചിലർ, അവരെ ഞാൻ നിൻ്റെ കാൽക്കൽ വരുത്തി കുമ്പിടിയിക്കും. അങ്ങനെ ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അവർ ഗ്രഹിക്കും. ഹല്ലേലൂയ. വചനത്തിൽ ആശ്രയിക്കുന്ന മക്കൾക്കെതിരെ കിംവദന്തികളും പ്രശ്നങ്ങളും അസ്വസ്ഥതകളും സൃഷ്ടിച്ച് നിന്റെ വാതിലുകൾ അടയ്ക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും നിന്നെ അകത്താക്കി പൂട്ടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, നിയമവിരുദ്ധമായി ജീവിച്ചുകൊണ്ട് നിയമവിരുദ്ധമായി പ്രവർത്തിച്ചുകൊണ്ട് നിന്നെ അകപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ വചനം പറയുന്നു, മക്കളെ, ഇങ്ങനെ ഉള്ളവരെ ഞാൻ എന്തു ചെയ്യും? നിന്റെ കാൽ കീഴിൽ കൊണ്ടുവന്ന് കുമ്പിടിയിക്കും. എന്നിട്ടോ കർത്താവ് നിന്നെ സമർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെന്ന് അവരെ ഗ്രഹിപ്പിക്കും. അപ്പോൾ കർത്താവ് എനിക്ക് തരാൻ ആഗ്രഹിക്കുന്നത് എന്താ? വചനം കേൾക്കാൻ വന്ന മക്കൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത് എന്താ? എന്ത് ഗ്രഹിപ്പിക്കുമെന്നാ പറഞ്ഞേ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവരെ ഞാൻ ഗ്രഹിപ്പിക്കും. അപ്പോൾ നീ മനസ്സിലാക്കണോ? കർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണോ? അത് അവർ മനസ്സിലാക്കിയാൽ മതിയോ? ഞാനും അവരും ഒരുപോലെ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ നിൻ്റെ കഴിവ് പരിമിതമാണ് എങ്കിലും നീ എൻ്റെ വചനത്തിൽ ആശ്രയിക്കുകയും എന്നിൽ അഭയം തേടുകയും എൻ്റെ വചനം കാക്കുകയും എന്നെ അഭയം തേടുകയും ചെയ്തതിനാൽ നിന്നെ തോൽപ്പിക്കാൻ, നിന്നെ പൂട്ടാൻ ശ്രമിച്ച സർവരെയും ഞാൻ എന്ത് ചെയ്യുമെന്നാ പറഞ്ഞേ? നിൻ്റെ കാൽ കീഴിൽ കൊണ്ടുവന്ന് കുമ്പിടിയിക്കും. മാത്രമല്ല, കർത്താവ് നിന്നെ സ്നേഹിച്ചു എന്ന് അവനെ ഗ്രഹിപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊരു സംഭവം നമ്മൾ കാണുന്നുണ്ട് വചനത്തിൽ. അവർ അവനെ അത്രയധികം സ്നേഹിച്ചിരുന്നു. അവൻ അവരെ ആരെക്കുറിച്ചാണ് അത് പറഞ്ഞേ? എപ്പോഴാണ് അത് പറഞ്ഞേ? വല്ല ഓർമ്മയുണ്ടോ? ലാസറിൻ്റെ കുഴിമാടത്ത് ചെന്ന് കർത്താവ് കണ്ണീര് പൊഴിച്ചപ്പോൾ അത് കണ്ട് ജനം പറഞ്ഞു, ഓ, അവൻ ഇത്രമാത്രം സ്നേഹിച്ചിരുന്നല്ലോ. അത് അവരും അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് സഹോദരിമാരെ ലാസർ രോഗിയാണെന്ന് വിവരം അറിയിക്കാൻ യേശുവിൻ്റെ അടുക്കലേക്ക് അയച്ചപ്പോൾ ദാസരോട് പറഞ്ഞു വിട്ടത് എന്താ? ലാസർ രോഗിയായിരിക്കുന്നു എന്ന് പറയാനാണോ? ഞങ്ങളുടെ സഹോദരൻ രോഗിയായിരിക്കണമെന്ന് പറയാനാണോ? എന്താ പറഞ്ഞു വിട്ടേ? യോഹന്നാന്റെ സുവിശേഷം 11:3 പറയുന്നു, അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നുവെന്ന് അവനോട് പറയുക. അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു. കണ്ടോ? യേശുവിൻ്റെ സ്നേഹം വ്യക്തിപരമായി അനുഭവിച്ചിരുന്നവരാണ് ആര്? മർത്തയും മറിയവും ലാസറും ആ കർത്താവിൻ്റെ സ്നേഹം വ്യക്തിപരമായി അനുഭവിച്ചിരുന്നു. അതുകൊണ്ടാണ് വചനം പറഞ്ഞ ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അവർ ഗ്രഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഏറ്റവും വലിയ കൃപ എന്ന് പറയുന്നത് കർത്താവ് ദൈവം എന്നെ സ്നേഹിച്ചു എന്നുള്ള
ഒരു ഉറപ്പാണ്. ഇത് മറന്നു പോകരുത്. അതുകൊണ്ടാണ് നമ്മുടെ ലിയോ 14 മാർപ്പാപ്പ തൻ്റെ ആദ്യത്തെ അപ്പസ്തോലിക ഗ്രന്ഥം എഴുതിയപ്പോൾ, അതായത് പുതിയ അപ്പസ്തോലിക ഗ്രന്ഥം എഴുതി ഈ ഒക്ടോബർ മാസത്തിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്, ഡിലിക്സി ഡി എന്ന് പറയുന്ന അപ്പസ്തോലിക ഗ്രന്ഥം. അതിനകത്ത് അദ്ദേഹം എടുത്തിരിക്കുന്ന വചനം ഇതാണ്: ഐ ഹാവ് ലവ്ഡ് യു എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ സ്നേഹിച്ചു. അതിന് തീർന്നു പോകുന്ന ഒരവസ്ഥയാണ്. ഞാൻ നിന്നെ സ്നേഹിച്ചു. അതൊരു വ്യവസ്ഥയാണ്. അതേക്കുറിച്ച് പാപ്പ വിശാലമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. 220 കണ്ണിക ആർട്ടിക്കിൾ വരുന്ന ഒരു പുസ്തകം അദ്ദേഹം രചിച്ചുകൊണ്ട് ഈ കർത്താവിൻ്റെ സ്നേഹത്തെ അനുഭവിച്ചതിൻ്റെ വലിയ വിശുദ്ധീകരണം ആ പുസ്തകത്തിൽ വാക്കുകളിലൂടെ, സ്പർശനങ്ങളിലൂടെ, സാന്നിധ്യത്തിലൂടെ, ഇടപെടലിലൂടെ ലോകത്തെ മനുഷ്യ മക്കളെ എങ്ങനെയാണ് ദൈവം സ്നേഹിച്ചത്, ആ സ്നേഹം യേശു എങ്ങനെയാണ് മക്കൾക്ക് പകർന്നു തന്നതെന്ന് തൻ്റെ ഹൃദയത്തിൻ്റെ തുടിപ്പ് അദ്ദേഹം അതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഈ ഒരു വചനത്തിൻ്റെ അഭിഷേകം എന്ന് പറയുന്നത് അത്രയ്ക്കും വലുതാണ്. അതാണ് ലാസർ രോഗിയായപ്പോൾ അത് അനുഭവിച്ച മർത്തയും മറിയവും സഹോദരൻ ലാസറോട് പറഞ്ഞു വിടുന്നതാ, അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരാൾ രോഗിയായാൽ എന്ത് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നേ? എൻ്റെ ഈശോയെ, എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, എൻ്റെ മകൻ, എൻ്റെ കുഞ്ഞ്, അല്ലേ? എന്നാ പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നേ? അവരുടെ ഒന്നെങ്കിൽ അവരുടെ പേര്, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിന് പരീക്ഷ പാസ്സാക്കണേ, എൻ്റെ മകന് എൻ്റെ പരീക്ഷയൊന്ന് വിജയിക്കണേ, എൻ്റെ കുഞ്ഞിന് ഒരു ജോലി കിട്ടണേ. ഇതല്ലേ നമ്മുടെ പ്രാർത്ഥന. പക്ഷെ നമ്മൾ ഓർക്കണം, എന്നേക്കാൾ ഉപരി എൻ്റെ കുഞ്ഞിനെക്കുറിച്ച്, എൻ്റെ ജീവിത പങ്കാളിയെക്കുറിച്ച്, എൻ്റെ പ്രിയപ്പെട്ടവരെക്കുറിച്ച് കരുതലുള്ള, എന്നേക്കാൾ ഉപരി 10 മടങ്ങ് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്താണ് നമ്മൾ ശുപാർശയുമായി ചെല്ലുന്നത് എങ്കിൽ, പ്രിയമുള്ളവരെ, അവനോട് പറയേണ്ടത് ഈ വചനം തന്നെയാണ്: അങ്ങ് സ്നേഹിക്കുന്നവൻ, അങ്ങയെ സ്നേഹിച്ചവൾ, അങ്ങയാൽ സ്നേഹിക്കപ്പെട്ടവൾ, ഇതാ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ് കർത്താവേ. അതുകൊണ്ട് അവിടെ ഇടപെടണം. ലാസറിൻ്റെ കാര്യത്തിൽ ഇത്രയും വ്യക്തമായി ഇവർ ചെന്ന് പറഞ്ഞപ്പോഴും കർത്താവ് അനങ്ങിക്കൊടുത്തോ? എന്താ പറഞ്ഞേ? അവൻ അവിടുന്ന് ഒരേ പറഞ്ഞുള്ളൂ, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, ദൈവപുത്രൻ മഹത്വപ്പെടാനും അതുവഴി പിതാവ് മഹത്വം പ്രാപിക്കാനും വേണ്ടിയാണ്. അത്രയും പറഞ്ഞ് അവരെ വിട്ടു. അവർ എത്തുന്നതിന് മുമ്പ് എന്ത് സംഭവിച്ചു? മരണവും സംഭവിച്ചു. വിശ്വസിക്കാൻ പറ്റുമോ കർത്താവ് അവരെ സ്നേഹിച്ചുവെന്ന്? കർത്താവ് ലാസറിനെ സ്നേഹിച്ചിരുന്നുവെന്ന് അവൻ വിശ്വസിച്ചപ്പോഴും കർത്താവിൻ്റെ ഈ പ്രവൃത്തി മൂലം അവർക്ക് അത് വിശ്വസിക്കാൻ പറ്റുമോ? പക്ഷെ വിശ്വസിക്കാൻ പറ്റില്ലെങ്കിലും അത് അവർക്ക് അനുഭവമായതുകൊണ്ട് അവർ കർത്താവിന് വേണ്ടി കാത്തിരുന്നു. പക്ഷെ അവർ കാത്തിരിക്കാൻ തയ്യാറാണെങ്കിലും ജനം സമ്മതിച്ചില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? അടക്കി. അവരെ കൊണ്ടുപോയി അടക്കി. അവിടെ അടക്കി 4 ദിവസം കഴിഞ്ഞ് കർത്താവ് ചെല്ലുമ്പോൾ മർത്തയും മറിയവും വന്ന് യേശുവിനെ സ്വീകരിച്ച് കല്ലറയിലേക്ക് കൊണ്ടുചെല്ലുമ്പോൾ ഈശോ കല്ലറയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, കല്ല് എടുത്തു മാറ്റുക. അപ്പോൾ മർത്ത എന്താ പറയുന്നേ? എൻ്റെ കർത്താവേ, മരിച്ചിട്ടിപ്പം കാര്യമൊക്കെ സ്നേഹം ഞങ്ങൾ അനുഭവിച്ച്, ഇനി ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നും, സമയം കഴിഞ്ഞുപോയി. അവളുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു. അതിനാൽ മർത്ത പറയുകയാണ്, ഇനി കല്ല് മാറ്റിയിട്ട് കാര്യമൊന്നും ഇല്ല, എല്ലാം കഴിഞ്ഞു. ദുർഗന്ധം വമിക്കുന്നുണ്ടാകും. ഇപ്പോൾ ദുർഗന്ധം വമിക്കുന്നുണ്ടാകും. അതുകൊണ്ട് റോമാക്കാർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 4, 5, 11 പറയാമോ? വായം. എന്താണ്? എന്തെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു. ഹല്ലേലൂയ. അതിന് മുന്ന് വലത് കരമുയർത്തിയിട്ട് പറഞ്ഞേ, എന്തെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം
ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നുവെന്ന് നാം അറിയുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഇവിടെ മർത്തിക്കും മറിയത്തിൻ്റെയും പ്രത്യാശ എന്തായി മാറി? നഷ്ടപ്പെട്ടു, നിരാശയിലേക്ക് നിബന്ധിച്ചു. അതുകൊണ്ട് കരഞ്ഞ് അവരവിടുന്ന് കർത്താവ് വന്നെന്ന് പറഞ്ഞിട്ട് പോലും മറിയം ഒന്ന് എഴുന്നേറ്റ് ചെല്ലാൻ പോലും തയ്യാറാകാത്ത, അതിനകത്ത് അടച്ചിട്ടിരിക്കാൻ തോന്നത്തക്ക രീതിയിൽ അവൾ ഗ്ലൂമിയായി, ആരോടും മിണ്ടാതെ, ആ ഭക്ഷണം കഴിക്കാതെ വീർപ്പ് മുട്ടി കഴിയുന്ന ഒരവസ്ഥയിലേക്ക് അവളെത്തി. അവളുടെ പ്രത്യാശ എന്തായി? നഷ്ടപ്പെട്ടു. അത് നിരാശയായി മാറി. എന്നാൽ വചനം എന്താ പറഞ്ഞേ? കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും നമ്മിൽ ഉളവാക്കുന്നു. ഇന്നത്തെ തലമുറയിൽ കഷ്ടത നമുക്ക് പ്രത്യാശ തരുന്നതാണോ അതോ നമ്മുടെ പ്രത്യാശ ഇല്ലാതാക്കുന്നതാണോ? ഏതാ? 17 വയസ്സുള്ള ഒരു പെൺകുട്ടി പെട്ടെന്ന് ഒരു രോഗം വന്ന് തളർന്നു പോയി. അവളുടെ ശരീരം എഴുന്നേൽക്കാൻ പറ്റാത്ത വിധം, ഒന്നും വ്യക്തിപരമായി ചെയ്യാൻ പറ്റാത്ത വിധം കട്ടിലിൽ കിടപ്പാകുന്ന ഒരവസ്ഥയിലേക്ക് അവൾ തളർന്നു പോയി. ആകെ നിരാശയായി, മനസ്സുമടുത്ത് ജീർണിച്ച് ഇങ്ങനെ ദിവസങ്ങൾ ആത്മഹത്യ ചെയ്യണം, മരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുപോലും തന്നെ ശേഷിയില്ല. അതിന് മരിക്കാൻ പോലുമുള്ള ശേഷിയില്ലാത്ത വിധം ഒരു പുതപ്പൊന്നും വലിച്ച് മുഖത്തേക്ക് ഇടണമെങ്കിൽ പോലും പരസഹായം വേണം. മരിക്കാൻ പോലും സാധിക്കാത്ത വിധം നിസ്സഹായിയായി. അവളുടെ മനസ്സ് അത്രമാത്രം മരവിച്ചിരിക്കുമ്പോൾ അവളുടെ കൂട്ടുകാരി നിരന്തരം ഇവളെ ആശ്വസിപ്പിക്കാനും ഇവളെ സന്തോഷിപ്പിക്കാനുമായി അടുത്ത് വന്നിരുന്ന് സംസാരിക്കും. എങ്കിലും അവൾക്കൊരു പ്രത്യാശയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാതെ ഇവളിങ്ങനെ വരും, മിണ്ടും, പോകും. അല്പം കഴിയുമ്പോൾ അവൾ വീണ്ടും ഗ്ലൂമിയാകും. ഇങ്ങനെ ഭാരപ്പെട്ട് കഴിയുന്ന ഒരു ദിവസം ഈ കൂട്ടുകാരി വന്നപ്പോൾ ഒരു പുസ്തകം കൊണ്ടാണ് വന്നത്. ബുൾട്ടൻഷീൻ എഴുതിയ നല്ലൊരു പുസ്തകം, എൻ്റെ ഹൃദയത്തെ ദൈവത്തിലേക്ക് ഉയർത്തുവിൻ എന്ന ആ പുസ്തകം അവൾ ഈ കൂട്ടുകാരിക്ക് വേണ്ടി കൊണ്ടുവന്ന് ഈ കൂട്ടുകാരുടെ അടുത്തിരുന്ന് ഇവൾ ഈ പുസ്തകം പലയാവർത്തി വായിക്കാൻ തുടങ്ങി. ഈ പലയാവർത്തി ഈ പുസ്തകം വായിച്ച് കേട്ടപ്പോൾ അവളുടെ ഹൃദയത്തിലേക്ക് പ്രകാശം വരാൻ തുടങ്ങി. അവൾക്കൊരു പ്രത്യാശ ജനിച്ചു. അവൾ ഈ പുസ്തകത്തിലെ ആശയങ്ങൾ അവളുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ തുടങ്ങി. അങ്ങനെ അവൾ അല്പം ഒരു പ്രത്യാശയുള്ള, കരുത്തുള്ള, ആത്മധൈര്യമുള്ള ഒരു കുഞ്ഞായി മാറിയപ്പോൾ ഇവളെ സാവകാശം വീൽചെയറിലേക്ക് ഇരുത്താൻ തക്ക വിധം അവൾ പ്രാപ്തയായി മാറി. അപ്പോൾ മാതാപിതാക്കളും കൂട്ടുകാരിയും ഒക്കെ കൂടി ഇവളെ വീൽചെയറിൽ ഇരുത്തും. അവിടുന്ന് ഇവളെ സ്കൂളിലേക്ക് വീൽചെയറിൽ തന്നെ കൊണ്ടുപോകും. അങ്ങനെ അവിടെ വീൽചെയറിലെത്തി അവൾ ക്ലാസ് കേൾക്കും, കൂട്ടുകാരൊക്കെ ആയിട്ട് മിങ്കിൾ ചെയ്യും, വർത്താനം പറയും. അങ്ങനെ സാവകാശം ഇവൾ പഠിച്ചു. ഇവളിൽ പടം വരയ്ക്കാനുള്ള വലിയൊരു കഴിവ്, ശക്തി ഇവളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അവൾ കഴുത്തിലേക്ക് ഈ പുസ്തകം താളുകൾ പടി കയറ്റി വെച്ചിട്ട് അവൾ കടിച്ചു പിടിച്ച ബ്രഷും കൊണ്ട് വരയ്ക്കാൻ തുടങ്ങി. സാവകാശം അവളുടെ ചിത്രം മനോഹരമായി അത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ചിത്രകാരിയാക്കി അവളെ മാറ്റാൻ പ്രാപ്തയാക്കി. ഈ തളർന്നു കിടന്ന കുഞ്ഞ് ഈ പ്രത്യാശയുടെ കിരണങ്ങൾ അവളുടെ ഹൃദയത്തിലേക്ക് വരുന്നത് വരെ അവൾക്കൊരിക്കലും ഇനി ജീവിക്കാനുള്ള ആവേശമോ അവസ്ഥയോ ഉണ്ടായിരുന്നില്ല. എന്നാൽ അവളിൽ പ്രത്യാശ, ദൈവത്തിൻ്റെ പ്രകാശം, ജീവൻ അവളിലേക്ക് കടന്നു വന്നപ്പോൾ അവൾക്കതെന്തായി മാറി? ശക്തിയായി മാറി. എങ്കിൽ പ്രിയമുള്ളവരെ, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെയൊക്കെ ജീവിതത്തെ തളർത്തുന്നത് ശരീരത്തിൻ്റെ രോഗങ്ങളും കടബാധ്യതയുടെ ഭാരങ്ങളും ചില തകർച്ചകളുമാണോ അതോ നമ്മുടെ മനസ്സിൻ്റെ നിരാശയാണോ? ഏതാ മനുഷ്യനെ തകർത്ത് കളയുന്നത്? മനസ്സിൻ്റെ
നിരാശയാ. അതുകൊണ്ടാണ് തിരുവചനം നമ്മെ കൂടെ ഓർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കഷ്ടത നമുക്ക് സഹനശീലവും, സഹനശീലം എന്താകണം? ആത്മധൈര്യം പ്രത്യാശയും നൽകുന്നതായി മാറണം. കർത്താവ് അത് വചനം വളരെ വ്യക്തതയോടെ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഒരു കഥാപാത്രത്തിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. നമ്മൾ കാണുന്നുണ്ട്, ബെത്സയിദ കുളക്കരയിൽ 38 വർഷം തളർവാദിയായ രോഗം പിടിപെട്ട് കുളത്തിലിറങ്ങാൻ ആഗ്രഹത്തോടെ പോയി കിടക്കുന്ന ഒരു മനുഷ്യൻ. ഈ മനുഷ്യനെ ആര് കണ്ടു? ഈശോ കണ്ടു. കണ്ട് അവനെ സമീപിച്ചുകൊണ്ട് ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ്? നീ സുഖപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. നീ സുഖപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? വലതുകരം ഉയർത്തിയിട്ട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളൊന്ന് വീശിക്കൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ. ഈശോ ഇന്ന് നമ്മോടും എന്ത് ചോദിക്കുന്നു മക്കളെ? എന്താ കുഞ്ഞെ ചോദിക്കുന്നേ? ഇവിടെ അടുത്തിരിക്കുന്ന മോനൊന്ന് പറഞ്ഞേ, എന്താ ഈശോ ചോദിക്കുന്നേ? എന്താ ചോദിക്കുന്നേ? ബെത്സയിദ കുളക്കരയിൽ കിടന്ന മനുഷ്യരോട് എന്താ ഈശോ ചോദിച്ചേ? നീ സുഖപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിന്റെ കെട്ടപ്പെട്ട ബന്ധനങ്ങളിൽ നിന്ന്, ദുശീലത്തിൽ നിന്ന്, ദുരാശയിൽ നിന്ന്, നിരാശയിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, കൂട്ടുകെട്ടുകളിൽ നിന്ന് നീ മോചനം നേടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ ഒരു ചോദ്യത്തിലൂടെ ഈശോ അവനായിരിക്കുന്ന അവസ്ഥയിലേക്ക് അവനെ തന്നെ ഒന്ന് തിരിച്ചു വിടുകയാണ്. 38 വർഷമായി ഒരേ അവസ്ഥയിൽ ഈ കുളക്കരയിൽ ആരുടെയും ശ്രദ്ധയും ആരുടെയും പരിചരണം കിട്ടാതെ ഒറ്റപ്പെട്ട് നിസ്സഹായനായി കഴിയുന്ന ആ മനുഷ്യന് ഇനി രക്ഷപ്പെടാമെന്നോ സുഖം പ്രാപിക്കാമെന്നോ ഒരു പ്രത്യാശയും ഇല്ല. അതിനാൽ തന്നെ അവൻ ഒരിക്കലും കുളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ട ശ്രമവും നടത്തുന്നില്ല. ഇവിടെയെങ്കിലും എൻ്റെ ജീവിതം ഒന്ന് തീർത്താൽ മതിയെന്ന് കരുതി, ആരും തന്നെ ആട്ടിപ്പായിക്കണ്ട എന്ന് കരുതി അതിനകത്തൊതുങ്ങിക്കഴിയാൻ അദ്ദേഹത്തിൻ്റെ മനസ്സ് അതിനോടങ്ങ് പൊരുത്തപ്പെടുത്തി കഴിയുന്ന ഒരു ജീവിതമായി. പല കുടുംബങ്ങളിലും പല ജീവിത മേഖലകളിലും ഇതേ ഒരവസ്ഥയിലല്ലേ നമ്മളിൽ പലരും നീങ്ങുന്നതെന്ന് ചിന്തിക്കണം. ഒരു ചെറിയ രോഗം വന്നാൽ ഞാൻ രോഗിയാണ്, എനിക്ക് ടെൻഷനാണ്, അതുകൊണ്ട് എനിക്കൊന്നും പറ്റില്ല, എനിക്ക് നടുവേദന, അതുകൊണ്ട് എന്നെ ഒന്നിനും കൊള്ളില്ല, അയ്യോ എനിക്ക് കാലിന് കഴപ്പാ, അതുകൊണ്ട് എനിക്ക് നടക്കാൻ പറ്റില്ല. എല്ലാറ്റിനും ഒരു ഉപാധി കണ്ട് ആയിരിക്കുന്ന അവസ്ഥയിൽ ഒതുങ്ങിക്കൂടി അപകർഷതയിലും നിരാശയിലും പെട്ട് അതിൻ്റെ ഫലമായി വെറുപ്പിലേക്കും വിദ്വേഷത്തിലേക്കും അകപ്പെട്ട് ഒതുങ്ങിക്കൂടാനുള്ളൊരു പ്രവണത ക്രിസ്തു തരുന്ന രക്ഷയുടെ വഴിയല്ല. അതാരുടെ വഴിയാ? സാത്താനാൽ ബന്ധിതമാകുന്ന കെട്ടപ്പെട്ട വഴിയാ. അതിൽ നിന്നാണ് ക്രിസ്തു നമ്മെ മോചിപ്പിക്കാൻ ഇറങ്ങി വന്നത്. എനിക്ക് സാമ്പത്തികമായി എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും, എൻ്റെ ശാരീരികമായി എന്തെല്ലാം രോഗങ്ങൾ ഉണ്ടെങ്കിലും, നിൻ്റെ കുടുംബത്തിൻ്റെ ചുറ്റുപാടുകൾ ഏതെല്ലാം വിധത്തിൽ പരാജയപ്പെട്ടതാണെങ്കിലും ഓർക്കണം, നീ മനസ്സ് വെച്ചാൽ നിനക്ക് വേണ്ടി രക്ഷ വാഗ്ദാനം ചെയ്തവൻ നിൻ്റെ കൂടെ ഉള്ളതിനാൽ ആർക്കും നിന്നെ പരാജയപ്പെടുത്താൻ, ഇല്ലാതാക്കാൻ സാധിക്കുകയില്ല. ഈ ഒരു പ്രത്യാശയാണ് ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ നിറയേണ്ടത്. അതുകൊണ്ട് ഈ തളർവാദ രോഗിയിലേക്ക് ഈശോ ആദ്യ സൗഖ്യമല്ല കൊടുത്തത്. എന്താ കൊടുത്തേ? എനിക്കിനിയും സുഖപ്പെടാൻ ഒരു സാധ്യതയുണ്ട് എന്ന് ഒരു ഉൾക്കാഴ്ചയാണ് അവന് കൊടുത്തത്. ഒരു ഉൾക്കാഴ്ച അവന് കൊടുത്തു. ഈ ഉൾക്കാഴ്ച കിട്ടിയപ്പോൾ അവൻ ആഗ്രഹമുണ്ടായപ്പോഴാണ് ഈശോ അവനോട് പറഞ്ഞത്, നീ നിൻ്റെ കിടക്കയും എടുത്ത് പോകുക. നീ നിൻ്റെ കിടക്കയും എടുത്ത് പോകുക. അതുകൊണ്ട് രക്ഷപ്പെടണം, നിത്യമായ മോചനം എനിക്കും സ്വന്തമാക്കണം, ക്രിസ്തു എനിക്ക് വേണ്ടി അത് സംജാതമാക്കി എന്ന് വിശ്വസിക്കാനും അത് നേടിയെടുക്കാനുമുള്ള ഒരാത്മധൈര്യവും ഒരു തുറവിയും എൻ്റെ ഹൃദയത്തിന് വന്നാൽ ഈ കെട്ടുകളെല്ലാം എനിക്ക് അഴിഞ്ഞു പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ വീശിക്കൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ,
കൈ പൊക്കാത്തവരൊക്കെ അടുത്തുണ്ടെങ്കിൽ ഒന്ന് തട്ടി ഉണർത്തിക്കേ. ചിലരൊക്കെ കുമ്പിട്ട് പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി. ദൈവത്തിൻ്റെ ശക്തമായ വചനത്തിൻ്റെ ഒരു അഭിഷേകം എൻ്റെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ എന്നിൽ എന്ത് ജനിക്കും? എന്ത് ജനിക്കണം? പ്രത്യാശ ജനിക്കണം. അതുകൊണ്ട് ഓർക്കണം, ഒരു വ്യക്തിയിൽ പ്രത്യാശയുണ്ടെങ്കിൽ അവനെ ആരിലേക്ക് അത് അടുപ്പിക്കും? യേശുവിലേക്ക് അടുപ്പിക്കും. യേശു നിത്യം എന്നെ സ്നേഹിക്കുന്നുവെന്ന് തിരുവചനത്തിൽ നമ്മൾ വായിച്ചു ഇല്ലേ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് അവർ ഗ്രഹിക്കും. സ്നേഹിച്ചു എന്നവർ ഗ്രഹിക്കും. ആ സ്നേഹം ശാശ്വതമാണ്. കർത്താവിൻ്റെ സ്നേഹം ശാശ്വതമാണ്, മാറ്റമില്ലാത്തതാണ്. അതിനുവേണ്ടി ആ സ്നേഹത്തിൻ്റെ പൂർണ്ണതയെ നമുക്ക് നൽകാൻ വേണ്ടിയാണ് ദൈവപിതാവ് തൻ്റെ ഏകജാതനെ പോലും ആ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ട് അവൻ്റെ ജീവനെ ഇഞ്ചിഞ്ചായി പിഞ്ചി ചിന്തി എൻ്റെ ജീവനെ വീണ്ടെടുക്കാൻ എനിക്കായി പറുദീസയുടെ വാതിൽ തുറക്കാൻ അവിടുന്ന് മനസ്സായത്. എങ്കിൽ ആ സ്നേഹത്തിലേക്കൊന്ന് ചേർന്നിരിക്കാൻ ആരൊക്കെ ആഗ്രഹിക്കുന്നോ അവരെ ഈശോ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ ആ സ്നേഹം നമുക്ക് നൽകാനും നമ്മുടെ സ്നേഹം സ്വീകരിക്കാനും അതിയായി ആഗ്രഹിക്കുന്നവനാണ്. അതുകൊണ്ടാണ് പൗസ്റ്റീന പറയുന്നത്, എന്തെല്ലാം തകർച്ചകളും എന്തെല്ലാം പരാജയങ്ങളും എന്തെല്ലാം കിംവദന്തികളും എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങളും ആകാശം ഇടിഞ്ഞു വീഴുന്ന അനുഭവം ഉണ്ടായാലും ഞാൻ എൻ്റെ കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കും. ഹല്ലേലൂയ, ഞാൻ എൻ്റെ കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കും. അവൻ്റെ കരുണയിൽ എനിക്ക് അഭയമുണ്ട്. കൊച്ചുറേസ്യ പറഞ്ഞു, ഞാൻ നിൽക്കുന്ന പർവ്വതത്തിൻ്റെ താഴ്വാരം എന്ന് പറയുന്നത് എനിക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നതിനേക്കാൾ ഉയരമുള്ളതാണ്. എങ്കിലും ഞാനൊരു കൊച്ചുകുട്ടിയാകിയാൽ എൻ്റെ പിതാവ് ഞാനിവിടെ വന്ന് നിൽക്കുമ്പോൾ അവൻ ഇറങ്ങി വന്ന് എന്നെ തോളിൽ വഹിച്ച് അവൻ്റെ മലമുകളിലേക്ക്, അവൻ്റെ പരിശുദ്ധിയിലേക്ക്, അവൻ്റെ മഹത്വത്തിലേക്ക്, അവൻ്റെ പ്രഭയിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോകും. ആ സ്നേഹത്തിൻ്റെ കുറുക്കു വഴിയിലാണ് കൊച്ചുത്രേസ്യ ആഗോള ലോകത്തിൻ്റെ മിഷണറിയായി മാറി സ്വർഗവും ഭൂമിയും അവൾ കീഴടക്കിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ക്രിസ്തു നൽകുന്ന രക്ഷയിൽ ആഴമായ ബോധ്യമുണ്ടായിരുന്ന മോനിക്ക പുണ്യവതി തൻ്റെ മകൻ ഈ ലോകത്തിൻ്റെ സുഖഭോഗങ്ങളിൽ പെട്ട് മതിമറന്ന് ജീവിക്കുന്ന കണ്ട് കണ്ണീരോടെ 33 വർഷം അവൾ നിരന്തരം ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു? മകന് വേണ്ടി, സെന്റ് അഗസ്റ്റിന് വേണ്ടി പ്രാർത്ഥിച്ചു. അവൾ പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? മകന് നല്ല ജോലി കിട്ടാൻ. ജോലി കിട്ടാനല്ലേ പ്രാർത്ഥിച്ചേ? അല്ല, എന്തിനു വേണ്ടിയാ പ്രാർത്ഥിച്ചേ? ഒരു മാനസാന്തരമുണ്ടായി ക്രിസ്തുവിലേക്ക്, രക്ഷയിലേക്ക്, ജീവനിലേക്ക്, പ്രത്യാശയിലേക്ക് അവൻ തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ആ പാവപ്പെട്ട സ്ത്രീ കണ്ണീരൊഴുക്കി നിരന്തരം പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയോ? അഗസ്റ്റിൻ ആരായി മാറി? വിശുദ്ധനായി മാറി. പിന്നെയോ അദ്ദേഹം ആരായി മാറി? വെറും ഒരു വിശുദ്ധനല്ല, വിജ്ഞനിൽ വിജ്ഞനും വിശുദ്ധനിൽ വിശുദ്ധനും ആയ വേദപാരംഗതനായി അദ്ദേഹം സഭയെ പഠിപ്പിക്കുന്ന വ്യക്തിയായി മാറാൻ തക്ക വിധം ഈ പ്രാർത്ഥന 33 വർഷത്തെ ഈ ഒരു സ്ത്രീയുടെ പ്രത്യാശയോട് കൂടിയുള്ള പ്രാർത്ഥന. എങ്കിൽ പ്രിയമുള്ളവരെ, പ്രത്യാശ നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കും, ക്രിസ്തുവിലേക്ക് നയിക്കും. അതുകൊണ്ടാണ് പറഞ്ഞേ, ആർക്കും അടയ്ക്കാൻ പറ്റാത്ത വിധം തുറക്കപ്പെട്ട ഒരു വാതിൽ ക്രിസ്തുവിലൂടെ എനിക്കും നിങ്ങൾക്കുമായി അവിടുന്ന് തുറന്ന് തന്നിരിക്കുന്നു. ഇതാണ് നമ്മുടെ പ്രത്യാശ. അയ്യോ, പരീക്ഷയിൽ തോറ്റുപോയി, ഇനി എൻ്റെ ജീവിതം തീർന്നു, ഞാൻ പ്രതീക്ഷിച്ച ഒരു ജോലി എനിക്ക് കിട്ടിയില്ല, അയ്യോ ഇനി എനിക്ക് രക്ഷയില്ല, ഇനി എനിക്ക് ഇൻ്റർവ്യൂ 3 ഞാൻ അറ്റൻഡ് ചെയ്യൂ, അതിലൊക്കെ പരാജയപ്പെട്ടു, ഇനിയൊരു ഇൻ്റർവ്യൂവിന് പോലും പോയിട്ട് കാര്യമില്ല. മനസ്സ് തളർന്നു.
ഇന്നത്തെ നമ്മുടെയൊക്കെ യുവജനങ്ങളുടെ മാനസിക അവസ്ഥ ഈ ഒരു നിസ്സഹായതയിലേക്ക് അവരെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും എന്ത് ചെയ്യാണ്, തള്ളിയിടുകയാണ്. പ്രിയമുള്ള അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, ഓർക്കണം, നമ്മൾ മക്കൾക്ക് നല്ല ജോലിയും നല്ല സാധ്യതകളും നല്ല വിജയങ്ങളും കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചിരിക്കേണ്ട സമയം കഴിഞ്ഞു. മക്കൾക്ക് ആഴമായി കിട്ടേണ്ടത് എന്താണ്? ക്രിസ്തുവിലുള്ള രക്ഷയാണ്, ആത്യന്തികമായ നിത്യമായ മോചനമാണ്, അവനിലോട് ചേർന്നിരിക്കാനുള്ള ഒരു സന്നദ്ധതയാണ്. ഇതുണ്ടെങ്കിൽ ബാക്കിയെല്ലാം അവിടുന്ന് കൂട്ടിച്ചേർത്ത് മക്കൾക്ക് കൊടുത്തുകൊള്ളും. അതുകൊണ്ടാ വചനം പറഞ്ഞേ, നീ എൻ്റെ വചനം കാത്തതിനാൽ, നീ എൻ്റെ നിയമങ്ങൾ നിഷ്ഠയോടെ പാലിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നിന്നെ പരാജയപ്പെടുത്താൻ ശ്രമിച്ച സർവരുടെയും മുമ്പിൽ ഞാനത് മനസ്സിലാക്കാത്ത വിധം നിന്നെ ഉയർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് ഒരു രോഗം മാറിക്കിട്ടാൻ ക്രിസ്തുവിനെ വിളിച്ചാൽ രോഗം മാറിക്കിട്ടുമെന്നുള്ളതല്ല. ഈ രോഗം എന്നിലും ഈ കഷ്ടത എന്നിലും നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇതിനപ്പുറത്ത് ക്രിസ്തു എനിക്കൊരുക്കുന്ന ഒരു ശാശ്വതമായ ജീവൻ്റെ ഒരു ഉറവിടം എനിക്കുണ്ട്, നിത്യമായ ജീവൻ. അവിടുന്ന് എന്നെ വിളിച്ചിരിക്കുന്നത് ഈ താൽക്കാലിക ലോകത്തിലെ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല, അത് നിത്യതയ്ക്ക് വേണ്ടിയാണ്, നിത്യ സൗഭാഗ്യത്തിന് വേണ്ടിയാണ്. അവിടുത്തെ പരിശുദ്ധിയിലും അവിടുത്തെ മഹത്വത്തിലും അവിടുത്തെ ഔന്നത്യത്തിലും എന്നെ പങ്കുചേർക്കാൻ വേണ്ടിയാണ് എന്ന ബോധ്യമാണ് ഈ പ്രത്യാശ എനിക്ക് നൽകേണ്ടത്. അപ്പോഴെന്തെല്ലാം പരാജയങ്ങളും ഏതെല്ലാം രോഗങ്ങളും ഏതെല്ലാം തകർച്ചകളും ഇന്നും നാളെയും എന്നെ വെട്ടയാടിയാലും കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് അടിയിടെ മാറാതെ ഉറച്ചു നിൽക്കാൻ നിനക്കും നിൻ്റെ മക്കൾക്കും സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് സാധ്യമാകുന്നത് വഴി അവിടുന്ന് നിന്നെ എടുത്ത് ഉയർത്തും, മറ്റുള്ള മുമ്പിൽ അവിടുന്ന് നിന്നെ ഉയർത്തും. ക്രിസ്തുവിനെ അങ്ങേയറ്റം കുരിശുമരണം വഴി ശത്രുക്കൾ പരാജയപ്പെടുത്തിയെങ്കിൽ അവിടുത്തെ പിതാവ് അവനെ എന്തു ചെയ്തു? ഏറ്റവും മഹത്തായ നാമം നൽകി തൻ്റെ മഹത്വത്തോളം ഉയർത്തി. ഇതാണ് നമ്മുടെ പ്രത്യാശ. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടുവെങ്കിൽ ഞാനും നിങ്ങളും നാളെ ഉയർപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ അത് നമ്മളോട് വ്യക്തമായി പറയുന്നു. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന 8-ാം അധ്യായം 18 മുതലുള്ള വചനങ്ങൾ, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമെന്ന് ഞാൻ കരുതുന്നു. സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടപ്രപഞ്ചം മുഴുവനും എന്ത് ചെയ്യാണ്? ആ ദൈവ മക്കളുടെ വെളിപ്പെടുത്തലിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുക. ആകാശവും ഭൂമിയും നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും ഈ സസ്യലതാദികളും പക്ഷിമൃഗാദികളും എല്ലാം എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നേ? ഈ ദൈവത്തിൻ്റെ സൃഷ്ടപ്രപഞ്ചം മഹത്വപൂർണമായ ദിനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നാൽ തൻ്റെ മക്കൾ മാത്രം എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നേ? തൻ്റെ മക്കൾ മാത്രം എന്തിനു വേണ്ടി കാത്തിരിക്കുന്നേ? ഒരു ജോലി കിട്ടാൻ, ഒരു വീട് വെക്കാൻ, അല്ലേ? അത് മതി. സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ മഹത്വപൂർണ്ണ പ്രഭയൊന്നും ഗ്രഹിക്കാനുള്ള ഒരാകാംക്ഷ അവർക്ക് വരുന്നില്ല. അതും വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നു. സ്വന്തം ഇഷ്ടത്താലല്ല, പ്രത്യാശ കൊടുത്ത് അതിനെ അധീനമാക്കിയവൻ്റെ അഭീഷ്ടപ്രകാരം സൃഷ്ടി ജീർണതയുടെ അടിമത്തത്തിൽ നിന്ന് മോചിതമാകുകയും സൃഷ്ടി അടിമത്തത്തിൻ്റെ ജീർണതയിൽ നിന്ന് മോചിതമാകുകയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യും. സമസ്ത സൃഷ്ടികളും ഒന്നു ചേർന്ന് ഇതുവരെയും ഈറ്റുന്നോവ് അനുഭവിക്കുകയും നെടുവീർപ്പിടുകയും ചെയ്യുന്നുവെന്ന് നമുക്കറിയാം. സൃഷ്ടി മാത്രമല്ല, ആത്മാവിൻ്റെ ആദ്യഫലം ലഭിക്കുന്ന നാമും നമ്മുടെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പാകുന്ന പുത്രലബ്ധിക്ക് വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ട് ആന്തരികമായി വിലപിക്കുന്നു. ഈ പ്രത്യാശയുള്ളവനാണ് നാം, ഈ പ്രത്യാശയിലാണ് നാം രക്ഷ പ്രാപിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ രക്ഷ പ്രാപിക്കുന്നത്? എന്ത് പ്രത്യാശയാണ്? 4 ബുധനാഴ്ച ദൈവകരുണയുടെ പ്രാർത്ഥന കേൾക്കാൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ മോന് ജോലി കിട്ടും എന്ന പ്രത്യാശ. അതാണോ? ആ പ്രത്യാശ കുഴപ്പമില്ല. അതുകൊണ്ടെങ്കിലും വചനം കേൾക്കാൻ വരും. വചനം കേട്ടാൽ എന്തുണ്ടാകും?
നിത്യമായ രക്ഷയും നിത്യമായ വാഗ്ദാനവും ദൈവം നമ്മളിലേക്ക് പകർന്നു തരും. അതുകൊണ്ട് കാര്യം സാധിച്ച് നേടിയെടുത്ത് ഓടിപ്പോകാനുള്ള ഒരു ശുശ്രൂഷയായി ഇത് മാറ്റപ്പെടരുത്. ദൈവവചനത്തിലേക്ക് ആഴപ്പെട്ട് കർത്താവ് നമുക്കായി തുറന്നു തന്ന രക്ഷയുടെ കവാടത്തിലൂടെ നിത്യമായി നിലനിൽക്കുന്ന നിത്യജീവൻ്റെ വഴിയിലേക്ക് നീങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പായിരിക്കണം. അതുകൊണ്ട് വചനം പറയുന്നു, ഈ പ്രത്യാശയിലാണ് നാം രക്ഷ പ്രാപിക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രത്യാശയല്ല. താൻ കാണുന്നതിനെ ഒരുവൻ എന്തിന് പ്രത്യാശിക്കണം? എന്നാൽ കാണാത്തതിനെയാണ് നാം പ്രത്യാശിക്കുന്നത്. അതിനുവേണ്ടി നാം സ്ഥിരതയോടെ ആയിരിക്കണം, സ്ഥിരതയോടെ കാത്തിരിക്കണം. അതാണ് നമുക്ക് ലഭിക്കേണ്ടത്. ഹല്ലേലൂയ. ഈ സ്ഥിരതയോടെയുള്ള ഒരു കാത്തിരിപ്പാണ് കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. അതിലേക്കാണ് കർത്താവ് നമ്മളെ ക്ഷണിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിത വഴികളിൽ പ്രത്യാശ നഷ്ടപ്പെട്ട് ഭാരപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരാൻ ഇടയാകരുത്. എൻ്റെ ആത്മാവ് അസ്വസ്ഥമാകുമ്പോൾ ഞാൻ ഇപ്രകാരം മാത്രം ചിന്തിച്ചു, ഈശോ നല്ലവനും കരുണാസമ്പന്നനുമാണ്. എൻ്റെ കാൽക്കീഴിൽ ഭൂമി പിളർന്നാലും ഞാൻ ഈശോയിൽ ആശ്രയിക്കും. വിശുദ്ധ ഫൗസ്റ്റീന വളരെ വ്യക്തതയോടെ പറയുകയാണ്, എൻ്റെ കാൽക്കീഴിൽ എൻ്റെ ഭൂമി പിളർന്നു പോകുന്ന ഒരവസ്ഥയുണ്ടായാലും ഞാൻ ആരിൽ ആശ്രയിക്കും? എൻ്റെ കർത്താവിൽ ആശ്രയിക്കും. ഒരു ദമ്പതികൾ അവരുടെ വിവാഹ വാർഷികത്തിൻ്റെ 25ാം സിൽവർ ജൂബിലി ആഘോഷിക്കുകയാണ്. അപ്പോൾ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ച് വളരെ സന്തോഷത്തോടെ നീങ്ങുമ്പോൾ അതിലവൻ്റെ ഒരു കൂട്ടുകാരൻ എല്ലാവരും ഒക്കെ പിരിയുന്ന സമയത്തിൽ അവളോടായിട്ട് ചോദിച്ചു, വളരെ സന്തോഷമായി ജീവിക്കുന്ന നിങ്ങളുടെ ഈ ദാമ്പത്യ ജീവിതത്തിൽ നിനക്ക് ഇനി എന്തെങ്കിലും ഇവനിൽ നിന്ന് അല്പം കൂടെ കൂടുതൽ പ്രതീക്ഷിക്കാനുണ്ടോ? എൻ്റെ ഭർത്താവിൽ നിന്ന് ഒരല്പം കൂടെ കൂടുതൽ എന്തെങ്കിലും. ഇത്രയ്ക്കും മാതൃകാപരമായ ഒരു ജീവിതം നയിക്കുന്ന ദമ്പതികളാണ്. അപ്പോൾ അവളോട് ചോദിക്കുകയാണ്, നിനക്കിനി എന്തെങ്കിലും അല്പം കൂടി ഇവനിൽ നിന്ന് പ്രതീക്ഷിക്കാനുണ്ടോ? പടുത്തു നിൽക്കുന്ന ഭർത്താവിൻ്റെ കണ്ണുകളിലേക്ക് അവൾ നോക്കിയിട്ട് അവനോടായിട്ട് പറഞ്ഞു, അല്പസമയം കൂടി എന്നോട് തനിച്ചിരിക്കാൻ ചേട്ടായി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നൊരാഗ്രഹമുണ്ട്. ഇത് കേട്ട ഈ മനുഷ്യൻ ഇവളെ കെട്ടിപ്പിടിച്ച്, അപ്പോഴേക്ക് കരയാൻ തുടങ്ങി. ഇപ്പോൾ ഇവളെ കെട്ടിപ്പിടിച്ച് മാറോട് ചേർത്ത് പിടിച്ചിട്ട് ഇവനും കരഞ്ഞു. ഇരുവരും കരഞ്ഞ് ഒന്ന് ശാന്തമായി കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ നെടുവീർപ്പോടുകൂടി പറയുകയാണ്, ഇവൾ എൻ്റെ സാന്നിധ്യം ഇനിയും ആഗ്രഹിക്കുന്നുവെന്നത് എനിക്കും വലിയൊരാശ്വാസമാണ്. അവളെന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണല്ലോ അവൾ എൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇത്രമാത്രം അവളെന്നെ ആഗ്രഹിച്ചുവെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അപ്പോഴീ കൂട്ടുകാരൻ അതിൽ നിന്ന് കിട്ടിയ ഒരു ഉൾക്കാഴ്ചയെ ഒരു ലേഖനത്തിൽ എഴുതി വച്ചിരിക്കുന്നു. അതെന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. ആ ഒരു സാന്നിധ്യത്തിൻ്റെ ആഴമായ അവബോധം സ്നേഹത്തിൻ്റെ ഊഷ്മള സൃഷ്ടിക്കുന്നെങ്കിൽ ഇതുകൊണ്ടാണല്ലോ ഈശോ മറിയം തൻ്റെ പാദാന്തികത്തിൽ ഇരുന്നപ്പോൾ മർത്താവ് വന്ന് പരാതി പറഞ്ഞപ്പോൾ അവളുടെ പരാതിയെ പരിഗണിക്കാതെ മറിയത്തെ അങ്ങേയറ്റം അപ്രിഷ്യേറ്റ് ചെയ്ത് ഇവൾ നല്ല ഭാഗം തിരഞ്ഞെടുത്തു. അതിൽ നിന്ന് അവളിൽ നിന്ന് അതൊരിക്കലും എടുക്കപ്പെടില്ല എന്നും കൂട്ടിച്ചേർത്തു. ഒരു മനുഷ്യ വ്യക്തിയിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ആ വ്യക്തി തൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കണമെന്ന. അതാണ് വിശുദ്ധ പൗസ്തീനായും വിശുദ്ധ കൊച്ച്രീസിയായും ഒക്കെ കണ്ടെത്തിയ വലിയ നിധി എന്ന് പറയുന്നത്. അവർ കർത്താവിൻ്റെ ഹൃദയം തുറന്നിരിക്കുന്നതിൻ്റെ ആ സ്നേഹ ഊഷ്മളത അവർ തിരിച്ചറിയാൻ പരിശുദ്ധാത്മാവ് കൃപ കൊടുത്തപ്പോൾ ആ കൃപയുടെ സമൃദ്ധിയിൽ അവർ ആ ഹൃദയത്തിലേക്ക് ചേർന്നിരുന്നപ്പോൾ കർത്താവിന് ഏറ്റവും വലിയ ആശ്വാസം അതായിരുന്നു. ഒരു ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ സാന്നിധ്യം ഏറ്റവും വലിയ ആശ്വാസമാകുന്നെങ്കിൽ ഒരു കർത്താവ് തൻ്റെ മക്കളെ അത്രയധികം സ്നേഹിച്ച് തൻ്റെ ജീവനും ജീവിതവും കൊടുത്ത് അവസാനം തന്നെ സ്നേഹിക്കുന്ന മക്കളോട് പിരിയാൻ പറ്റാത്ത വിധം വിശുദ്ധ കുർബാനയിൽ തന്നെ നൽകി അപ്പമായി മാറിയിട്ട് തൻ്റെ മക്കളെ ചേർത്ത് പിടിക്കാൻ നിരന്തരം കുദാശകളിലൂടെ ഇറങ്ങി വന്ന് അനുരഞ്ജന കുദാശ തന്ന് പാപമോചനം തന്ന് പൊറുതി തന്ന് വീണ്ടും
വീണ്ടും ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഒന്നിനു പുറകെ ഒന്നായി ഈ സ്വത്തിൻ്റെയും ജോലിയുടെയും പ്രൗഢിയുടെയും പുറകെ നെട്ടോട്ടം ഓടി വക്രതയ്ക്കും വഞ്ചനയ്ക്കും കൈക്കൂലിക്കും അമിത പലിശയ്ക്കും നെട്ടോട്ടം ഓടുന്ന മക്കളെ ഓർത്ത് ഈശോ വേദനിക്കുന്നില്ലേ? ഈശോ വേദനിക്കുന്നില്ലേ? ഈ ഈശോയുടെ വേദനയെ ഒന്ന് തിരിച്ചറിഞ്ഞ് അവൻ്റെ ഹൃദയത്തോടൊന്ന് ചേർന്നിരിക്കാൻ കഴിഞ്ഞാൽ ഈ കരുണയുടെ മണിക്കൂറുകൾ, ഈ കരുണയുടെ ശുശ്രൂഷകൾ അത് സ്വർഗത്തിൽ എഴുതപ്പെടുന്ന അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളായി മാറും. അതിനാണ് എൻ്റെ ഹൃദയം തുറക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ പാപ്പ ഇപ്രാവശ്യം നമുക്ക് അപ്പസ്തോലിക ഗ്രന്ഥം എഴുതിത്തെന്ന് പറയുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം അളക്കാനും അതിൻ്റെ ആഴങ്ങളെ ഗ്രഹിക്കാനും അവിടുന്ന് വാഗ്ദാനം ചെയ്തു തന്ന പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ ഒരു മനുഷ്യനും അത് സ്വന്തമാക്കാൻ സാധ്യമല്ല. എങ്കിൽ നിരന്തരം ഈ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് അവിടുത്തെ സ്നേഹത്തിന് വേണ്ടി അത്യഗാധമായി ദാഹത്തോടെ കേഴുകയും നിലവിളിക്കുകയും ചെയ്താൽ തീർച്ചയായും അവിടുത്തെ സ്നേഹം കവിഞ്ഞൊഴുകുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ട് വചനം നമ്മോട് പറയുന്നു, അവിടുത്തെ ആശ്രയിക്കുന്നവരെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും. ഹല്ലേലൂയ. കർത്താവിൽ ആശ്രയിക്കുന്നവരെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും. അത് ഒഴുക്കി തരികയല്ല, അത് പങ്കുവെച്ച് തരികയല്ല, അതിൽ ആ സ്നേഹത്തിൽ നമ്മളെ വലയം ചെയ്ത് തീർക്കും. ഈ സ്നേഹം ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് ശാശ്വതമായ രക്ഷ, ശാശ്വതമായ മോചനം അനുഭവവേദ്യമാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ കുർബാനയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി സ്വയം ബലിയാകുന്ന ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ നിങ്ങളുടെ ഹൃദയം ഒന്ന് തുറക്കണം. അതിനെ സ്വീകരിക്കാൻ ഇനി നമ്മളിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ, പാപത്തിൻ്റെ കെട്ടപ്പെട്ട മാലിന്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് അനുദപിക്കണം. ആരോടെങ്കിലും ഈ സ്നേഹം എത്രമാത്രം നമുക്കായി പങ്കുവെച്ച് തന്ന് നമ്മുടെ നിരവധിയായ പാവങ്ങളെ ഒരു കുമ്പസാരക്കൂട്ടിൽ ഒരു വൈദികന് മുമ്പിൽ ഏറ്റുപറയുമ്പോൾ നിരുപാധികൾ ക്ഷമിച്ചുവെന്ന് പറഞ്ഞ് ധൂർത്തുപുത്രൻ തിരിച്ചു വരുന്ന കാത്തിരുന്ന് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പുണർന്നതുപോലെ ഓരോ കുമ്പസാരക്കൂട്ടിലും നമ്മെ കെട്ടിപ്പുണരാൻ കാത്തു നിൽക്കുന്ന സ്നേഹാശ്ലേഷത്തിന് വേണ്ടി ഹൃദയം തുറന്ന് കാത്തിരിക്കുന്ന ആ സ്നേഹസമ്പന്നനായ ആ പിതാവിൻ്റെ സ്നേഹത്തെ ഒന്നേറ്റുവാങ്ങാൻ അനുതാപത്തോടെ ധൂർത്തുപുത്രൻ സുബോധത്തോടെ തിരിച്ചു വന്നതുപോലെ തിരിച്ചു വരണം. അതിന് ഈശോ ഇന്ന് നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം.